നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒരു പോൺ ആക്ട്രസ് ആയിരുന്ന ഒരു സ്ത്രീ അവരുടെ അനുഭവം പറയുന്നതാണ്. നമ്മൾ പൊതുവെ ഈ പോൺ ആക്ട്രസിനൊക്കെ കാണുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ ഈവൻ ഓൺലി ഫാൻസ് അതുപോലെയുള്ള പലതരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ശരീരം കാണിച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നവർ, അങ്ങനെ പല ആളുകളെയും നമ്മൾ കാണാൻ ഭയങ്കര എംപവേർഡ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സ്വന്തം ബോഡി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന ആളുകളാണ്, എല്ലാത്തും ഇൻഡിപെൻഡന്റ് ആണ്. യെസ്, അവരൊരു എന്താ പറയാ, ഇപ്പോഴുള്ള ഫ്രീഡത്തിന്റെ ഒരു അൾട്ടിമേറ്റ് അനുഭവിക്കുന്നവരാണ്. അതിന്റെ സന്തോഷത്തിലും സംതൃപ്തിയിലും ആയിരിക്കും അവർക്ക് ജീവിക്കുന്നത്. അവർ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതായിരിക്കും നമുക്ക് ഉണ്ടാവും. അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ധരിക്കും. കാരണം സെക്ഷുവാലിറ്റി ആ തരത്തിൽ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതിന്റെ സന്തോഷമുണ്ട്, ക്യാഷും കിട്ടുന്നുണ്ട്, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, കാശ് ഉണ്ടാക്കുന്നു, വളരെ മനോഹരമായ ജീവിതം കിട്ടുന്നു, ഫെയിം ഉണ്ട്, ഫേമസ് ആണ്, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളാണ് അവർ ജീവിക്കുന്നതെന്നായിരിക്കും നമ്മുടെ ധാരണ. എന്നാൽ ഇനി അവരുടെ ഈ ഒരു കൺസെപ്റ്റൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം ഈ പോൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരു സ്ത്രീ അവരുടെ അനുഭവം പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. I had done pornography from 18 to 25 years old. Yeah, at first I was enjoying it because the money was rolling in. I understand why women sit and go, maybe I should make an OnlyFans. I mean, I was making... അപ്പോൾ അവർ പറയണ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ, അഡോളസെന്റ് ഏജ് കഴിഞ്ഞത് മുതൽ 25 വയസ്സ് വരെ അവർ ഏറ്റവും എന്താ പറയുക, സൗന്ദര്യമാണെങ്കിലും എനർജി ആണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ ഏറ്റവും മികച്ച നിൽക്കുന്ന പ്രായം അവർ ഇത്തരത്തിൽ പോണോഗ്രഫി ഇൻഡസ്ട്രിയിലേക്കും. അപ്പോൾ ആ സമയത്ത് പൈസ വരുന്നുണ്ടായിരുന്നു, ക്യാഷ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി ചെറിയ രൂപത്തിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ പറയാണ് എന്തുകൊണ്ട് പെൺകുട്ടികളൊക്കെ ഓൺലി ഫാൻസിലേക്കൊക്കെ പോകുന്നു എന്നുള്ളതിന്റെ കാരണം എനിക്ക് മനസ്സിലാവും. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പൈസ വരുന്നുണ്ട് അല്ലെ, ആ പൈസ വരുന്നുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കുക. ഇനി ബാക്കി I mean, I was making probably, it could be anywhere from 30 to 50,000. I was more so treating it somewhat as a business, but that didn't last long. That empowered. അപ്പം 30 to 50K ഡോളേഴ്സ് ഒരു മാസം കിട്ടുന്നുണ്ട്, ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഫീൽഡിലേക്ക്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശരീരം എക്സ്പോസ് ചെയ്യുന്ന വിഷയമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോൺ ഇൻഡസ്ട്രീസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പെൺകുട്ടികൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ റീസൺ അതാണ്. ഇനി ആ ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എത്രത്തോളം നിലനിൽക്കും, എങ്ങനെ തുടർന്ന് പോകുന്നതാണ്. It fades. When you continue to objectify yourself, sooner or later you will feel it. It takes a toll on your soul. പക്ഷെ it fades. അതിങ്ങനെ ഇല്ലാതായി തുടങ്ങി. ആ ഒരു സന്തോഷം, തുടക്കത്തിലിട്ടിരുന്ന സന്തോഷം അത് ഇല്ലാതായി തുടങ്ങി. നിങ്ങൾ നിങ്ങളെ സ്വയം ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതെങ്ങനെയാണ് ആ ഫെയ്ഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന സന്തോഷവും ആദ്യം ഉണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബൂമൊക്കെ എങ്ങനെയാണ് ഇല്ലാതാകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ശരീരത്തെ ഒരു വസ്തുവാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ടോൾ ഓൺ യുവർ സോൾ. നിങ്ങളുടെ ആത്മാവിലൊരു ടോൾ എടുക്കുകയാണ് അത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാവിനെ മറന്നുകൊണ്ട് നിങ്ങളെ ശരീരം മാത്രം, ശരീരത്തെ ഒരു ഒബ്ജക്റ്റായി അതിനെ സെല്ല് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഫോട്ടോ ഇടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പോൺ അഭിനയിക്കുന്നു. ഇതിലൊക്കെ നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളാകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ശരീരത്തെ മാത്രം എടുത്ത് അതിനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഹാപ്പിനെസ് തരൂല എന്ന രൂപത്തിലാണ് സംസാരം. In my time of being in the industry, I only knew 2 women that didn't use drugs. I mean, I've seen women. അപ്പം ഈ ഇൻഡസ്ട്രിയിൽ അവരുടെ തുടങ്ങിയ സമയത്ത് 2 സ്ത്രീകൾ മാത്രമാണ് അവർക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാത്തതായിട്ട് അറിയുന്നത്. യെസ്, എന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അവസ്ഥയിലായിരുന്നു. Like pounding back bottles of alcohol, and it's so crazy because the porn activists, but these women are empowered, they love what they're doing. In my head I'm thinking, yeah, she's not as happy and empowered as you think she is. Like, I've seen her. അപ്പോൾ പോൺ ആക്ടിവിസ്റ്റുകളൊക്കെ അതിനുവേണ്ടി സംസാരിക്കുന്ന പുറത്തിങ്ങനെ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പറയും കണ്ടോ ഈ പോൺ ആക്ട്രസ്, അതെ, ഭയങ്കര എംപവേർഡ് ആണ്, ഭയങ്കര സെൽഫ് സഫിഷ്യന്റ് ആണ്, ശാക്തീകരിക്കപ്പെട്ടവർന്നുണ്ട്. എംപവേർഡിന്റെ അർത്ഥം നമ്മൾ എത്രത്തോളം ആ വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ഇത്തരം ആക്ടിവിറ്റീസിനോട് ചേരുന്ന അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക്, വസ്ത്രം അഴിക്കുമ്പോഴേക്ക്, എക്സ്പോസ് ചെയ്യുമ്പോഴേക്ക്, മോഡൽ ആകുമ്പോഴേക്ക് ബോൾഡാണ് അവർ എത്രത്തോളം എംപവേർഡ്, ശാക്തീകരിക്കപ്പെട്ടാണ് എന്ന് നമ്മൾ പോലും ജസ്റ്റ് ഒരു പെൺകുട്ടി ജസ്റ്റ് വസ്ത്രം ഒന്ന് മാറ്റി ഒരു മോഡലായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് ഫോട്ടോ ഇടുമ്പോഴേക്ക് നമ്മളുടെ കമന്റുകൾ എങ്ങനെ മാറുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നമ്മുടെ നാട്ടിലും അറിയാം. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം മനസ്സിൽ ഞാൻ ഇങ്ങനെ പറയും അത്ര എംപവേർഡ് ഒന്നല്ല എന്ന് ഞാൻ പറയും. കാരണം ഈ പറഞ്ഞ പോൺ ഇൻഡസ്ട്രിയിൽ ഇവർക്കറിയുന്ന 2 ആളൊക്കെ ബാക്കി എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ബോട്ടിൽസ് ഓഫ് ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും അങ്ങനെ, കാരണം എന്താ, അവർക്ക് ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ ലഹരിയിലേക്ക് പോകേണ്ടി വരുന്നു. ഇനി ഡ്രഗിന്റെ തീവ്രമായിട്ടുള്ള അവസ്ഥകൾ പറയുന്നുണ്ട്.
have to get wasted just to do the scene that you think she's enjoying. You wear your alter ego. So it's crazy because the moment that I'm Jenna, my stage name, I became a different person. I started acting out my role. The people that saw me out there as Jenna saw a girl that was bubbly and happy and exciting. What nobody knew was that, like, I used to actually buy this drug called GHB, and it's a date rape drug. I would take a capful and just sleep for days at a time. I'd wake up. അതായത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നു ഞാൻ ഹാപ്പിയാണ്, എക്സൈറ്റിംഗ് ആണെന്നുള്ളത്. പക്ഷെ അത് ആക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഒന്ന്. 2 എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയില്ല ആ ഒരു എന്താ പറയുക, ഒന്ന് ആ അവസ്ഥ ആസ്വാദികരമല്ല. പോൺ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പോൺ ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന്, അവർ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിന് കാശും കിട്ടുന്നു എന്ന് വിചാരിക്കേണ്ടത്. അത് ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമല്ല, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സ്റ്റേജിലാണ്, ഡ്രാമയാണ്, ആക്ട് ചെയ്യാണ്. 2 എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ അവസ്ഥയിലും അവരെ കാണുന്ന അവസ്ഥയിലെല്ലാം അവർ ഡ്രഗ് യൂസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. അതല്ലാതെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതും എന്ത് ഡ്രഗാണ്? GHB എന്ന് പറയുന്ന എന്താ പറയുക, റേപ്പ് ഡ്രഗ്. അത്രത്തോളം ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്ന് പറയുന്ന ഡേറ്റുകൾക്ക് പെൺകുട്ടികളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂഷണം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് എന്ത് ചെയ്യുന്നത്, ഇവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രത്തോളമാണ് ആ പ്രയാസം എന്നുള്ളതാണ്. I would take a capful and just sleep for days at a time. I'd wake up soaked in my own urine. That's how depressed I was. അപ്പോൾ ഒരു കപ്പിൽ അത്തരത്തിലെടുത്തിട്ട് ദിവസങ്ങളോളം ഞാൻ ഉറങ്ങുമായിരുന്നു. ആ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മൂത്രത്തിൽ കുളിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ അനുഭവമല്ല, മറിച്ച് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് നമ്മളൊക്കെ ഒരു ജോലിയാണെന്നൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ടല്ലോ, വളരെ നോർമൽ ജോലിയാണ്, സെക്സ് വർക്കാണ്, അത് വളരെ എന്താ പറയുക ഡിഗ്നിഫൈഡ് ജോബ് ആണെന്നൊക്കെ പറയുന്ന ആ സംഭവം, ലൈംഗിക തൊഴിലാളികൾ മാത്രം പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊന്നും വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയണ്ടല്ലോ. ആ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണിത്. അവർ പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മനസ്സ് രക്ഷപ്പെടാൻ വേണ്ടി കപ്പ് ഫുൾ ഓഫ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ദിവസങ്ങളോളം ഉറങ്ങും. എന്നിട്ട് മൂത്രത്തിൽ കുളിച്ച രൂപത്തിലൊക്കെ എഴുന്നേൽക്കുക. അതൊരു ഒരു കുറേ ആളുകളുടെ, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന കുറേ ആളുകളുടെ റിയാലിറ്റിയാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. That's how depressed I was. I hated my life. I actually have a journal entry. I journal a lot when I was in porn. I still do to this day. And I wrote. അവരവരുടെ ജീവിതത്തെ വെറുത്തിരുന്നു. അത്രത്തോളം ഡിപ്രഷനിലായിട്ട്, അത്രത്തോളം വിഷാദത്തിലായിട്ട് ജീവിതത്തെ വെറുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇത്രത്തോളം ഏൺ ചെയ്യുന്ന, ഫെയിം ഉണ്ടെന്ന് പറയുന്ന, ആസ്വാദികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്താ പറയുക, ജീവിതത്തിൽ സമ്പാദിക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിൽ പൊതുലോകം വിലയിരുത്തുന്ന ഒരാൾ പറയാണ് എൻ്റെ ജീവിതത്തെ ഞാൻ വെറുത്തിരുന്നു, ഭയങ്കര ഡിപ്രഷനിലേക്ക് ഞാൻ എത്തിയിരുന്നു എന്നുള്ളത്. I wrote, Jesus, Buddha, God, whichever one of you is real, save me, show me a sign, let me know that everything is going to be all right. I always. അപ്പോൾ അവർ പറയുന്നത് ജീസസ്, ബുദ്ധ, ഇനി ദൈവം ആരാവട്ടെ, അവർ എനിക്കൊരു സൈൻ തരൂ, എന്നെ രക്ഷിക്കൂന്ന്. ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും തടവറയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് അടിമകളാക്കി കൊണ്ടുപോയ ആൾക്കാരെ കഥയല്ല. യഥാർത്ഥത്തിൽ അടിമത്താണ്, പക്ഷേ എൻറ്റയർലി ഫ്രീ എന്ന് പറയുന്ന, അത്രയും സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന, വേറെ ആരേക്കാൾ കൂടുതൽ സ്വതന്ത്രരാണെന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത് സേവ് മീ, ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു സൈൻ തരൂ എന്ന് പറയൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഒരു ആൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ആയിരിക്കും ആ ഒരു ഭയാനകത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. I felt like God was telling me, Brittany, I love you so much, and this is not the life that I have for you. The life that I have for you will overflow with. അപ്പോൾ അവർ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം അവരോട് പറഞ്ഞു എന്നാണ്, എന്ത്, ഇതല്ല യഥാർത്ഥ ജീവിതം, ഇതല്ല നിനക്ക് വേണ്ടി ഞാൻ സംവിധാനിച്ച ജീവിതം, ഇതല്ല, അതൊരു സ്നേഹമുള്ള അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞൊഴുകുന്നൊരു ജീവിതമാണ് എന്ന് ദൈവം അവരോട് പറഞ്ഞിട്ട് അനുഭവപ്പെട്ടു. So much love, peace, and joy. And if you quit this business today, I'll bless your life. I took a step of faith. I said, I don't know if this is God or not. I'm new to all this, but I'm just gonna do. അങ്ങനെ ഒരു ചിന്ത കൊണ്ട് അവരെന്ത് ചെയ്തു, അവരിതെല്ലാം ഒഴിവായി എല്ലാം പുറത്തേക്ക് വന്നു. ആൻഡ് ദൈവം തരുന്ന സമാധാനമുള്ള, സന്തോഷമുള്ള, അതേപോലെ തന്നെ സ്നേഹമുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഞാൻ സ്റ്റെപ്പ് ഇൻ ടു ഫെയ്ത്ത്, ഞാൻ വിശ്വാസത്തിലേക്ക് കാലെടുത്ത് വെച്ചു. കാരണം ദൈവം പറയാണ്, നീ ഇപ്പം ഇത് നിർത്തിയാൽ നിനക്ക് നല്ലൊരു ജീവിതം വരും. കാരണം ഇപ്പോൾ ഉള്ളൊരു അടിമത്ത ജീവിതമാണ്. ആ അടിമത്ത ജീവിതത്തിൽ നിനക്ക് സ്വാതന്ത്ര്യം കിട്ടും അല്ലെങ്കിൽ സന്തോഷം കിട്ടും എന്ന് ദൈവം പറഞ്ഞപ്പോൾ എനിക്കിത് ശരിയാണെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും ഈ ജീവിതത്തിൽ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ അത് ഒഴിവാക്കി, ആ ജീവിതമൊക്കെ ഒഴിവാക്കി, മറ്റുള്ളതിനേക്കാളും എന്തായാലും ബെറ്റർ ആയിരിക്കും എന്നുള്ള തോന്നലായിരിക്കാം ആ രൂപത്തിൽ അത് ഒഴിവാക്കി.
see what happens. So I quit porn that day. So originally all my money was going to drugs. You know, I had a little, I had like $1,500 saved. It was hard. I applied dozens of places and did dozens and dozens of interviews. Well, what'd you do the last 7 years? It was mortifying, and it took me a while to find a job, and I had to start at the bottom. അപ്പോൾ ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്തു. പിന്നെ അത് കുറെ പ്രയാസകരമായ കുറെ അനുഭവങ്ങളായിരുന്നു. എന്നിട്ട് അവരോട് ചോദിക്കാൻ കഴിഞ്ഞ 7 വർഷം നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം പറയാനില്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചധികം പ്രയാസപ്പെട്ടു ഒരു ജോലി കണ്ടെത്താൻ പോലും എന്നുള്ളതാണ് പറയുന്നത്. Bottom of the barrel, mind you. I was making like $11.25 an hour. I was making less money than ever, yet I was so much happier. I was excited to wait. അതായത് ഒരു മാസം $30,000 to $50,000 അഥവാ ലക്ഷക്കണക്കിന് ഇന്ത്യ രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കിയിരുന്ന ഒരാൾ ഒരു മണിക്കൂറിന് $11 ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരുമാനം എത്തി. അഥവാ ലെസ് ദാൻ എവർ ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതിനേക്കാൾ കുറവ് കാശ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതും പ്രത്യേക ആലോചിക്കണം, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. വലിയ കാശ് കിട്ടിയതിനു ശേഷം പിന്നെ ചെറിയ കാശിലേക്ക് ജീവിതത്തിന് വരുമാനം എത്തുകയെന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രയാസത്തിൽ ജീവിതം പോകും. ആ അവസ്ഥയിലാണ് അവർ പറയുന്നത്. അത്രയും കുറച്ച് കാശ് കിട്ടുന്ന അവസ്ഥയിൽ ഐ വാസ് ഹാപ്പിയർ ദാൻ എവർ. എപ്പോൾ ഉള്ളതിനേക്കാൾ സന്തോഷവതിയായിരുന്നു. ഐ വാസ് എക്സൈറ്റഡ്. ഞാൻ എക്സൈറ്റഡും ഹാപ്പിയറും ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, ലക്ഷക്കണക്കിന് സമ്പാദിച്ച ഒരാൾ പെട്ടെന്ന് വളരെ ചെറിയ പൈസയിലേക്ക് മാറുന്നു. അപ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചത് എന്ന് പറയണം. കാശല്ല സന്തോഷത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, കാശ് സന്തോഷമായിട്ട് ഒരു ബന്ധമില്ല എന്നല്ല, മറിച്ച് മാനദണ്ഡം അതല്ല, അത് മാത്രമല്ല ഒരു ഏക മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ല എന്നല്ല. Excited to wake up every morning, and you can't buy that kind of happiness. It was like God just restored everything. What God's restoration looks like is He takes you back to a place. Imagine yourself at like 2 and 3 years old, when you were full of joy, full of faith. You believed you could have anything and everything. Back to the place before you ever knew what it was like to be rejected, before you ever knew what it was like. അപ്പോൾ ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷവും ഇതൊക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നെ തിരിച്ചു കൊണ്ടുപോയി റീസ്റ്റോർ ചെയ്തു. എൻ്റെ ജീവിതം മൊത്തത്തിലൊന്ന് റീസ്റ്റോർ ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ട്രോമ എത്രത്തോളം ആയിരിക്കും, ആ ഒരു ചെറിയ 7 ഇയേഴ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ്, അവർ പോൺ ആക്ട് ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് ആലോചിക്കാൻ പറ്റാത്ത ട്രോമയിലൂടെയും അടിമത്തത്തിലൂടെയും കടന്നു പോയൊരു കാലഘട്ടമായിരുന്നു. അതിന്ന് പതിയെ രക്ഷപ്പെട്ട ഒരു കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ ചെറിയ കുട്ടിയായി മാറുന്ന ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഫെയ്ത്തും ഒക്കെ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു, ഒരു അനുഭവമായിരുന്നു എന്നുള്ളതാണ്. Before you ever knew what it was like to be abused, before you ever knew what it was like to be cheated on, that's what God brings you back to. That innocence. I still, to this day, I left porn 12 years ago. I have people offer me money to escort, but it's so empowering that no dollar amount could buy me. And I've had some pretty big offers. ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, എസ്കോർട്ട് ചെയ്യാൻ, കൂടെ പോകാനും കൂടെ കിടക്കാനും ഒക്കെ വിളിക്കാറുണ്ട്. പക്ഷേ അവിടെ എൻ്റെ എംപവർമെൻറ്റ് ഞാൻ തിരിച്ചറിയാണ്. ഒരു പൈസക്കും അല്ലെങ്കിൽ എത്ര കോടി രൂപക്കും എന്നെ ഇനി വാങ്ങാൻ കിട്ടില്ല എന്ന് പറയുന്നതാണ് എംപവർമെൻറ്റ്. യഥാർത്ഥത്തിൽ ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഇപ്പം ചില ആൾക്കാരുണ്ടല്ലോ ചെറിയ പൈസക്ക്, ഇപ്പോൾ 49 ഉറുപ്പ്യക്കൊക്കെ സ്വന്തം ശരീരം വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ശരീരത്തിൻ്റെ പിന്നെ ഫോട്ടോസ് വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ടത് ബാക്കി ഉള്ള അതിന് റെഡിയാവാത്ത സ്ത്രീകൾ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തുന്നത്. ഈ 49 ഉറുപ്പ്യക്കും 149 ഉറുപ്പ്യക്കും എന്ത് ചെയ്യില്ല, എൻ്റെ ശരീരം അത്ര അങ്ങനെ വിൽക്കാനുള്ളതല്ല. എത്ര കോടികൾ തന്നാലും, ഈവൻ ചീപ്പർ ആണെങ്കിലും ഈവൻ അത്രയും വാല്യുബിൾ ഉള്ളതാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ അത് $50,000 ആണെങ്കിൽ പോലും അതല്ല നിങ്ങളുടെ വാല്യൂ. നിങ്ങളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കാശ് കൊടുത്താലും ഇവിടെ എന്ത് ഓഫർ ചെയ്താലും അതിന് വാങ്ങാൻ പറ്റുന്നതല്ല നിങ്ങളെന്ന് പറയുന്ന ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, ആ ഒരു നിലപാടുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ വാല്യൂ, അതാണ് ആക്ച്വൽ എംപവർമെൻറ്റ്. അതാരാ പറയുന്നത്? ഒരു മുന്നേ പോൺ സ്റ്റാർ ആയിരുന്ന ഒരാളാണ് പറയുന്നത്, എൻ്റെ എംപവർമെൻറ്റ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ, ഇത് ആർക്കും വാങ്ങാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ, ഇതെൻ്റെ മാത്രമായിട്ട് മാറുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു എംപവർമെൻ്റ് ഉണ്ട്. അതാണ് ആക്ച്വൽ എംപവർമെൻറ്റ്. ശരിക്കും ഈ പോൺ ആക്ട്രസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ബാധകമായ കാര്യമല്ല. അല്ലാതെ തന്നെ ഇപ്പോൾ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല ഇത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് സൊസൈറ്റിയുടെ കുറച്ച് എന്താ പറയുക, ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു അക്നോളജ്മെൻറ്റ്, സൊസൈറ്റി അംഗീകരിക്കുക, എൻ്റെ ബോഡി കണ്ടിട്ട് അംഗീകരിക്കുക. അവിടെ നമ്മൾ പറയാണ്, സൊസൈറ്റി എന്ത് വിചാരിച്ചാലും ശരി, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരുടെയെങ്കിലും കമൻറ്റിന് വേണ്ടിയിട്ടോ, ഏതെങ്കിലും ചില ഞരമ്പന്മാരുടെ കമൻറ്റിന് വേണ്ടിയിട്ടോ, ലൈക്കിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ കൊടുക്കുന്നതല്ല എൻ്റെ ശരീരം. അല്ലെങ്കിൽ അങ്ങനെ ശരീരം കൊടുത്തുകൊണ്ട് എനിക്കത് വേണ്ട. ഞാനാകുന്ന വ്യക്തിക്ക് എനിക്കൊരു സോളുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്.
അതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് ഞാൻ നേടിയെടുക്കേണ്ടത്. അല്ലാതെ ശരീരം കാണിച്ചിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അനുസരിച്ച് വസ്ത്രം ധരിച്ചിട്ടോ അല്ല അത് നേടേണ്ടത് എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, അത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള പ്രൊഫഷണലുകളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ പൊതുസമൂഹത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു സൊസൈറ്റി കൊടുക്കാൻ പറ്റുന്ന മെസ്സേജാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ശരീരം കാണിക്കാനോ ഉള്ളതല്ല എൻ്റെ ഈ ശരീരം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് അവിടെ. അതാണ് യഥാർത്ഥ എംപവർമെൻറ്റ്. Pretty big offer, $250,000 to go to the Bahamas and take photos. It wasn't even for sex. And it was like, you know, nude photos. But no, I'm not for sale. Yes, I'm not for sale. ഞാൻ വിൽക്കപ്പെടാനുള്ളതല്ല, അഥവാ ഞാൻ മാർക്കറ്റിലുള്ള ഒരു എന്താ പറയുക ഒരു വസ്തു അല്ല നിങ്ങൾ എന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ. എത്ര വലിയ സ്റ്റേറ്റ്മെൻ്റ് ആണത്. 7 വർഷം ഈ ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന ഒരാളുടെ അയാളുടെ എന്താ പറയുക $1 million സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഐ എം നോട്ട് ഫോർ സെയിൽ, ഞാൻ വിൽക്കപ്പെടാനുള്ളതല്ല. $1.5 ജസ്റ്റ് ന്യൂഡ് ഫോട്ടോസ് എടുക്കാൻ, സെക്സിന് വേണ്ടിയിട്ട് പോലും അല്ല, ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ട് പോലും അല്ല, ജസ്റ്റ് ന്യൂഡ് ഫോട്ടോ എടുക്കാൻ ഓഫർ വരുമ്പോൾ ഞാനത് റിജക്റ്റ് ചെയ്യുന്നു. എനിക്കത് വേണ്ട. 50,000 രൂപക്ക് സ്ഥിരമായി പോൺ ആക്ട്രസ് ആയിരുന്ന ഒരാളാണ് പറയുന്നത് 1.5 ലക്ഷം തന്നാലും ഈവൻ ഫോട്ടോ $50,000 ഇത് ചെയ്തിരുന്ന ആളാണ്. $1.5 ലക്ഷം ജസ്റ്റ് ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും ഞാനതിന് തയ്യാറല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു എംപവർമെന്റ് ഉണ്ടല്ലോ. ഞാൻ സെയിലിനുള്ളതല്ല, ഞാൻ വിൽക്കപ്പെടാനുള്ളതല്ല. കാശിന് എൻ്റെ സൗന്ദര്യത്തെ വാങ്ങാൻ കഴിയില്ല, എന്നെ വാങ്ങാൻ കഴിയില്ല, എൻ്റെ ശരീരത്തെ വാങ്ങാൻ കഴിയില്ല. ആ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, അതാണ് ആക്ച്വൽ എംപവർമെന്റ് എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. ആ തിരിച്ചറിവിലേക്കാണ് ആക്ച്വലി നമ്മുടെ സമൂഹമൊക്കെ എത്തുന്നത്. നമ്മൾ ഈ നിലക്കുള്ള ഇത്തരം ഇൻഡസ്ട്രികളിലടക്കമുള്ള ഈ സ്ത്രീകളുടെ ഒബ്ജക്റ്റിഫിക്കേഷൻ അത് തിരിച്ചറിയുക, അതിലുള്ള സ്ത്രീ വിരുദ്ധത തിരിച്ചറിയുക. അതിനപ്പുറത്തേക്കുള്ള ഓരോ മനുഷ്യനും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അവർക്ക് സോൾ ഉണ്ട്, അവർക്ക് ആത്മാവുണ്ട്, അവർക്കൊരു വ്യക്തിത്വമുണ്ട്. അതിനാണ് വാല്യൂ. അല്ലാതെ അവരുടെ ശരീരം നോക്കിയിട്ടോ ശരീരത്തിന്റെ അഴക് നോക്കിയിട്ടോ അല്ല. പിന്നെ ഏത് പ്രയാസമുള്ള ഒരാൾക്കും എവിടെയാണ് അഭയം എന്നുള്ളത് കൂടി ഇത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ട് അറിയുന്ന, എൻ്റെ ശരീരത്തെ അറിയുന്ന, എൻ്റെ അവസ്ഥ അറിയുന്ന, എൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ അറിയുന്ന, എന്നെ ഇതുപോലെ ക്രമീകരിച്ച, ഇത്ര മനോഹരമായിട്ട് ക്രമീകരിച്ച ആ ഒരു പടച്ചവനിലേക്കുള്ള, ആ ഒരു സ്രഷ്ടാവിലേക്കുള്ള തിരിച്ചുപോക്ക്, ആ ഒരു ആന്തരികമായിട്ടുള്ള തേട്ടത്തിൻ്റെ പൂർത്തീകരണം, അതേ മനുഷ്യൻ എവിടെയും അവൻ്റെ പൂർണ്ണത നൽകൂ. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും സാമൂഹികമാണെങ്കിലും എല്ലാ അവസ്ഥയിലും അവന് പൂർണ്ണമായ തൃപ്തി, സമാധാനം, സന്തോഷം അത് ലഭിക്കണമെങ്കിൽ അത് ഇതിനെ ക്രമീകരിച്ച് ഇതിനെ സംവിധാനിച്ചൊരു പടച്ചവനിലേക്ക് അതിനെ ടോട്ടലി കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതുകൂടി നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക. അസ്സലാമു അലൈക്കും.